ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നമ്മുടെ അപ്രിയോറി അനാലിസിസ് മെത്തേഡായിരുന്നു. അപ്രിയോറി അനാലിസിസ് മീൻസ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, എങ്ങനെയാണ് ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ മെഷർമെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് അൽഗോരിതത്തിന് മെഷർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരെണ്ണമാണ് നമ്മുടെ അപ്രിയോറി അനാലിസിസ്. അപ്രിയോറി അനാലിസിസ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് രണ്ട് പാർട്ടുള്ളത്, ഫിക്സഡ് പാർട്ടും വേരിയബിൾ പാർട്ടും ഉണ്ട്. ഫിക്സഡ് പാർട്ടിലായിട്ട് വരുന്ന ഒരു വേരിയബിൾ. സ്പേസ് കോംപ്ലക്സിറ്റി മീൻസ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ആ വേരിയബിളിന് വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറി എടുക്കുന്ന, കമ്പ്യൂട്ടർ എടുക്കുന്ന മെമ്മറി എത്രയാണോ അതിനെയാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുക. ടൈം കോംപ്ലക്സിറ്റി മീൻസ് നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ടൈം എടുക്കും, എത്രയാണ് അതിന്റെ എക്സിക്യൂഷൻ ടൈം ഉണ്ടാകുന്നത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. അതിൽ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി ആയിരുന്നു പറഞ്ഞത്. സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഫിക്സഡ് പാർട്ട് വേരിയബിൾസ്, പിന്നെ എന്ന് പറയുന്നത് വേരിയബിൾ പാർട്ട്. ഫിക്സഡ് പാർട്ട് വേരിയബിൾസ് മീൻസ് ഇപ്പോൾ ഒരു ഇൻഡിജർ വേരിയബിൾ ഒരെണ്ണം ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇൻഡ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻഡ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ എത്ര മെമ്മറി സ്പേസ് ആയിരിക്കും അതിന് വേണ്ടി എടുക്കുന്നത്, എത്ര മെമ്മറി സ്പേസ് ആയിരിക്കും അതിന് യൂട്ടിലൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ഫിക്സഡ് പാർട്ടിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് പറഞ്ഞ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അറേ, ഒരു അറേ ഡിക്ലെയർ ചെയ്ത് ഇപ്പോൾ അറേ ഡൈനാമിക് അറേയാണ് യൂസ് ചെയ്തത്. ഡൈനാമിക് അറേ മീൻസ് എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അതിൻ്റെ മെമ്മറി ആ അറേ ഡിക്ലെയർ ചെയ്യാൻ സ്പേസ് എടുക്കുകയുള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മൾ C++ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഓരോ വാല്യൂ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ വാല്യൂ ആവശ്യമുള്ളപ്പോൾ ആയിരിക്കും അതിലേക്ക് ഉള്ള ആ ഒരു നോഡ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറി സ്പേസ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടാകാവുന്ന വേരിയബിൾ പാർട്ട്, that variable part is purely depends on instance characteristics of the problem. നമ്മുടെ പ്രോബ്ലത്തിന്റെ characteristics, നമ്മുടെ അൽഗോരിതം എങ്ങനെയാണ്, അൽഗോരിതം എന്താണ്, പ്രോഗ്രാം എന്താണോ അതിന്റെ characteristicsനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ദെൻ ഇനി നമ്മൾ ഇതിന്റെ മെഷർമെന്റ്. സോ the space requirement of an algorithm is denoted by SP, space complexity of an algorithm. P means it's a program or problem. The space complexity of any algorithm P may be written as SP equal to, definition വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ കോംപ്ലക്സിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു അൽഗോരിതം നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. So space complexity SP of an algorithm P may be written as SP equal to C plus SP. SP means instance characteristics, where C means where C equal to space for instructions, simple variables, fixed size variables. ഒരു സെക്കൻഡ് പിള്ളേരെ, നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി means SP. It is denoted by SP. SP equal to C plus SP means instance characteristics, where C is the space for instructions, simple variables and fixed size arguments. അതായത് നമുക്ക് കോംപ്ലക്സിറ്റി കാണാൻ വേണ്ടി രണ്ട് ടൈപ്പുള്ള വേരിയബിളുകളാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്. ഒന്ന് നമ്മൾ ഫിക്സഡ് സൈസ് ആയിട്ട് വരുന്ന വേരിയബിളും, രണ്ടാമത് നമുക്ക് വേരിയബിൾ സൈസ് ആയിട്ടുള്ള വേരിയബിളുകളും. അപ്പോൾ ഈ ഫിക്സഡ് സൈസ് ആയിട്ടുള്ള വേരിയബിളുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫിക്സഡ് സൈസ് വേരിയബിളിന്റെ ആയിരിക്കും നമ്മൾ C എന്ന് പറയുന്നത്. ഇനി SP എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഈസ് SP വേരിയബിൾ പാർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോബ്ലം. അതായത് നമ്മൾ എന്തെങ്കിലും ആ പ്രോബ്ലം റൺ ചെയ്യണമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന എന്തെങ്കിലും അൽഗോരിതം, എന്തെങ്കിലും വേരിയബിളുകൾ ഉണ്ടോ, ഏതെങ്കിലും ടൈപ്പുള്ള മെമ്മറി സ്പേസുകൾ അന്നേരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ SP വേരിയബിൾ പാർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോബ്ലം ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രോബ്ലം. ക്ലിയർ ആയി? അപ്പോൾ ഒരു അൽഗോരിതത്തെ എടുത്തു കഴിഞ്ഞാൽ അൽഗോരിതത്തിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി കാണാനായിട്ട് ഉള്ള ഫോർമുലയാണ് SP ഈക്വൽ ടു C പ്ലസ് SP. C മീൻസ് കോൺസ്റ്റന്റ് വേരിയബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻഡിജർ ആയിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ എടുക്കുന്ന സ്പേസ്, പിന്നെ അതിന്റെ കോഡ് എഴുതണം, ഇൻസ്ട്രക്ഷൻ കോഡ് എഴുതി കഴിയുമ്പോൾ ഇൻസ്ട്രക്ഷൻ കോഡിന് വേണ്ടി എടുക്കുന്ന സ്പേസ്, അതെല്ലാം കൂടെയാണ് C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. SP മീൻസ് ആക്ച്വൽ ഇൻസ്റ്റൻസ് ആയിട്ട് വരുന്ന വേരിയബിളുകൾ. സോ കൺസിഡർ ദിസ് വൺ.
ഫോർ എനി ഗിവൺ പ്രോബ്ലം വി നീഡ് ടു ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ നമുക്ക് തരുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു അൽഗോരിതം ആയിരിക്കും തരുന്നത്. അൽഗോരിതം ഈ രീതിയിലായിരിക്കില്ല. അൽഗോരിതം പറഞ്ഞാൽ നമ്മൾ അടുത്ത ഇതിലേക്ക് ഇറക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അൽഗോരിതം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു അൽഗോരിതം ആണ് വയ്ക്കുക. ഫോർ എനി ഗിവൺ പ്രോബ്ലം വി നീഡ് ടു ഫസ്റ്റ് ഡിറ്റർമൈൻ വിച്ച് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സ്പേസ് റിക്വയർമെന്റ്. ഏത് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ പ്ലസ് ബി മൈനസ് സി ഡിവൈഡ് ബൈ എ പ്ലസ് ബി പ്ലസ് 4.0. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം എ ബി സി എന്ന് പറയുന്നത് എല്ലാം ഓരോ ഇൻഡിജർ പാർട്ടിലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ് ആണ്. അപ്പൊ ഇങ്ങനെ എല്ലാം നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ് ആണ്. ഒറ്റ ഫംഗ്ഷൻ മാത്രമേ അത് ഫോളോ ചെയ്തിട്ടുള്ളൂ. ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അതിനെ റൺ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ. സാധാരണ ഒരു ഇൻഡിജർ പാർട്ടിലുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊന്നുമല്ല, ഒന്നും റെപ്പിറ്റേഷൻ അല്ല. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എക്ക് വേണ്ടിയുള്ള മെമ്മറി സ്പേസ് എ മാത്രമേ എടുക്കുള്ളൂ. ഒരു വേരിയബിൾ ആണെങ്കിൽ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബി ആണെങ്കിൽ ബി വേണ്ടി മാത്രമായിരിക്കും, സി ആണെങ്കിൽ സി വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ നമ്മുടെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളുകൾ എങ്ങനെയാണോ വേരിയബിൾ ക്ലിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ മാത്രമേ ഉള്ളൂ. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. സോ ദി ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എസ് പി ഈക്വൽ ടു 0. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കാരണം എല്ലാം ഫിക്സഡ് സൈറ്റ് ആണ്. കാരണം എ യൂസ് ചെയ്തിട്ടുണ്ട്, ബി യൂസ് ചെയ്തിട്ടുണ്ട്, സി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള 4.0 എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിലും ആ ഫ്ലോട്ടിംഗ് പോയിന്റ് എ എത്ര പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ മെമ്മറി സ്പേസ് തന്നെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ബി എത്ര പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ മെമ്മറി സ്പേസ് തന്നെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. സി എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും ഒരേ മെമ്മറി സ്പേസ് തന്നെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെ ഇത് ഇനിയിപ്പോൾ ഒരു ലൂപ്പ് ആണെങ്കിൽ കുറെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് മാറുന്നില്ല, മെമ്മറി ഡേറ്റ അവിടെ മാറുന്നില്ല. സോ എസ് പി മീൻസ് ഇറ്റ്സ് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ? അവിടെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സി അനദർ വൺ. ഇതൊരു ഫ്ലോട്ട് എസ് ഇസ് സം കാണാനുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വെക്കുക. ഇറ്റ്സ് എ ഫ്ലോട്ട് സം ഫ്ലോട്ട് എ. സി ദ അറേ നോക്കുക. ഈ അറേ എങ്ങനെയാണെന്ന് നോക്കുക. ഈ അറേ എന്ന് പറയുന്നത് ഡൈനാമിക് അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അറേയുടെ എവിടെയും വാല്യൂസ് എവിടെയും സ്പെസിഫൈ ആയിട്ടില്ല. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും എത്രയാണോ അറേ വന്നത് ആ അറേക്ക് അനുസരിച്ചിട്ടാണ് വാല്യൂ വന്നത്. സെൻ ഇൻഡ് എൻ ഫ്ലോട്ട് എസ് ഈക്വൽ ടു 0.0 ഇൻഡ് ഐ ഈക്വൽ ടു 0 ഇൻഡ് ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ് എസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ. ഇവിടെ അറേയുടെ സൈസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എപ്പോഴാണോ അറേയുടെ സൈസ് ആവശ്യമായിട്ട് വരുന്നത്, അറേയുടെ സൈസ് ചിലപ്പോൾ 10 ആവശ്യമായിട്ട് വരുന്നത് 10 എടുക്കും. 20 എലമെന്റുകൾ നമ്മൾ ചെയ്യണമെങ്കിൽ 20 എടുക്കും. 30 ചെയ്യണമെങ്കിൽ 30 എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അറേയുടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ എൻ ഇതിന്റെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് n+3 ആണ്. ദാറ്റ് ഈസ് n ഫോർ ദിസ് അറേ. കാരണം ഈ അറേയുടെ സൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അറേയുടെ സൈസ് എത്രയാണെന്ന് അറിയാമില്ലാത്തതുകൊണ്ട് n എന്ന് പറയുന്ന നമ്പർ ആയിട്ട് അറേയുടെ സൈസിനെ നമ്മൾ ഗസ് ചെയ്തു. എത്രയാണ് നമ്പർ നമുക്കറിയില്ല. അറേയുടെ സൈസ് നമ്മൾ എത്രയാണെന്നുള്ളത് നമ്മൾ ഗസ് ചെയ്തു. n ഫോർ അറേ, ദെൻ 1 ഫോർ n, 1 ഫോർ i, 1 ഫോർ s. അപ്പോൾ നമ്മളിവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ അറേയുടെ സൈസ് എങ്ങനെയാണ് വരുന്നത് ആ വരണ അറേയുടെ സൈസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇൻഡ് എ ഓഫ് n. അത് സ്റ്റാറ്റിക് മെമ്മറി ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ നടക്കുള്ളൂ. എ ഓഫ് n അതുമായി ഡിക്ലെയർ ചെയ്തു, കോമ i, കോമ ദെൻ s i, കോമ s ഈക്വൽ ടു 0. ദാറ്റ് ഈസ് s ഈസ് യൂസ്ഡ് ഫോർ സം. ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കട്ടെ. ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ എയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എയുടെ വാല്യൂസ് മൂവ് ചെയ്ത് എയുടെ വാല്യൂ 1 മുതൽ മൂവ് ചെയ്ത് അപ് ടു n വരെ എടുത്തു. കാരണം n നമ്പർ ഓഫ് എലമെന്റുകൾ ഈ അറയിൽ നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ്. n നമ്പർ ഓഫ് എലമെന്റ് ആയി കഴിഞ്ഞാൽ പക്ഷേ അതിന്റെ വാല്യൂ അറിയത്തില്ല, എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ n എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്.
അപ്പോൾ A1 A2 എക്സെട്ര അപ് ടു AN വരെ പോകും. ഈ n എന്ന് പറയുന്നത് ഒരു സൈസാണ്. n എന്ന് പറഞ്ഞേക്കുന്ന ഒരു സൈസ് ആയതുകൊണ്ട് ഈ n സേവ് ചെയ്യാനായിട്ട് ഒരു വാല്യൂ വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ a ഓഫ് 10 എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ n ഇവിടെ ആവശ്യമില്ലായിരുന്നു, n ന്റെ വാല്യൂ ആവശ്യമില്ലായിരുന്നു. ആ അറേയുടെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്, അത് പ്രീ ഡിഫൈൻഡ് ആണ്, കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ അറേയുടെ സൈസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറേ മൂവ് ചെയ്യുന്ന അപ് ടു n വരെ മൂവ് ചെയ്യുന്നുണ്ട്. സോ n-ന് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ n ഈക്വൽ ടു 10, n ഈക്വൽ ടു 10 ആണെങ്കിൽ അറേയുടെ സൈസ് 10 ആയിരിക്കും. n ഈക്വൽ ടു 20 ആണെങ്കിൽ ആണെങ്കിൽ അറേയുടെ സൈസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. n ഈക്വൽ ടു 100 ആണെങ്കിൽ അറേയുടെ സൈസ് എന്ന് പറയുന്നത് 100 എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ n എന്ന് പറയുന്ന വേരിയബിൾ, അറേയുടെ സൈസ് എന്ന് പറയുന്ന വേരിയബിൾ സേവ് ചെയ്യാനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അതാണ് ഈ n എന്ന് പറയുന്നത്. ദെൻ i ഡെഫിനറ്റ്ലി ഇതൊരു ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പിൽ ഒരു വേരിയബിൾ ഉണ്ടാവണം, ഇനിഷ്യലൈസേഷൻ ആയിട്ട് ഒരു വേരിയബിൾ ഉണ്ടാവണം. ഐയുടെ വാല്യൂ മൂവ് ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുന്നത് അതിന്റെ കൗണ്ടിങ് വേരിയബിൾ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഐയുടെ വാല്യൂ ഐ എന്ന് പറയുന്നത് സേവ് ചെയ്യാനായിട്ട് ഓർമ്മ വേണം. അടുത്തത് എസ് ആണ്. എസ് എന്ന് പറയുന്നത് സം ആണ്. സം ഒരു പ്രാവശ്യം മാത്രമേ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ മെമ്മറി സ്പേസ് അതോടെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഐയും അവിടെ കോൺസ്റ്റന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഓർമ്മ. അപ്പോൾ എത്രയായി? 3 ഡിഫറെന്റ് ടൈപ്പിലുള്ള കോൺസ്റ്റന്റ് പോലെയുള്ള 3 വേരിയബിളുകളായി. അതിന്റെ ഫിക്സ് ഏരിയ ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് 3. അത് 3 എണ്ണമാണ് 3 എന്ന് പറയുന്നത്. ദെൻ n എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അറേനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് n എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്ത അറേയുടെ സൈസ് ഇപ്പൊ ഇതേ പ്രോഗ്രാം തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഈ അറേയുടെ ഇവിടെ മാറ്റി ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 ആണ് യൂസ് ചെയ്തത്. ഇവിടെ 10 ആണ് യൂസ് ചെയ്തത്. 10 അതിന്റെ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും ഐ നമുക്ക് ആവശ്യം ഉണ്ടാവും. ഐ ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. 10 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഐ അവിടെ ആവശ്യം ഉണ്ടെങ്കിൽ ഐയുടെ വാല്യൂ കൊടുത്തു. കാരണം ഐയുടെ വാല്യൂ 1 2 3 അപ് ടു ഇവിടെ 10 ആയിരിക്കും. അപ്പോൾ n നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ 2 ആയിരിക്കും. 2 എന്ന് പറയുന്നത് ഒരെണ്ണം ഐക്ക് വേണ്ടിയിട്ടും അടുത്തൊരെണ്ണം എസിന് വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ n-ന്റെ വാല്യൂ ഉണ്ട്. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 10 പ്ലസ് 2 ആയിരിക്കും. അറേയുടെ വാല്യൂ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 10 പ്ലസ് 2 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയപ്പോൾ n പ്ലസ് 3 ആയി. കാരണം n-ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. ക്ലിയർ? എനി ഡൗട്ട്സ്? Any doubts so far? Then Abhijit, any doubt undo? Anigraha, Bibin, any doubts? Yes, sir. Clear. Sad, Sonu, clear so far? Vichar, Srilakshmi, clear? Clear. Okay. Okay. So move on to next one. So നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി ആണ് കാണുന്നത്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. So move on to next. ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമുക്ക് 2 രീതിയിൽ, ഒന്ന് കമ്പൈലേഷൻ എന്തായാലും ഉണ്ടാവും, റൺ ടൈം ഉണ്ടാവും. കമ്പൈലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റണ്ണിങ്ങിന് വേണ്ടിയിട്ടും ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യണത്? സോ ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം ഇസ് ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ ടൈം ഇറ്റ് നീഡ്സ് ടു റൺ ടു കംപ്ലീഷൻ. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റണ്ണിങ് മോഡിൽ എത്താനായിട്ട്, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എത്ര ടൈമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? അതാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ഫ്രഷ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ പ്രോഗ്രാം എന്തുണ്ടാവും? തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നെക്സ്റ്റ്, വൺസ് പ്രോഗ്രാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യണം? റൺ ചെയ്യണം. സോ റണ്ണിങ് ടൈം എവിടെയാണുള്ളത്? റണ്ണിങ് ടൈം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മുടെ ഉണ്ടായിരുന്നത്? നമ്മുടെ കമ്പൈൽ ടൈം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ റൺ ടൈമും ഉണ്ട്. അപ്പോൾ കമ്പൈൽ ടൈം കഴിഞ്ഞു, റൺ ടൈം എന്ന് പറയുന്നത് റൺ ടൈം കഴിഞ്ഞു. സോ ദ കമ്പൈൽ ടൈം എന്ന് പറയുന്നത് the compile time is a constant or some programs is executed many times. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നിലധികം പ്രാവശ്യം ആ പ്രോഗ്രാമുകളെ റൺ അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ കമ്പൈൽ ടൈം ഇസ് എ കോൺസ്റ്റന്റ്. സോ ദ സെയിം പ്രോഗ്രാം ഇസ് എക്സിക്യൂട്ടഡ് മെനി ടൈംസ്. ഹെൻസ് ദ റൺ ടൈം ഓഫ് എ പ്രോഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ
നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പ്രോഗ്രാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. പ്രോഗ്രാം നമ്മളോട് പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഒരിക്കൽ മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ. കാരണം പ്രോഗ്രാം അവിടെ പെർഫെക്റ്റ് ആണെന്ന് കമ്പയർ ചെയ്യുന്ന ഒരു പ്രാവശ്യം മാത്രം കമ്പയർ ചെയ്തു അതിന്റെ കോഡുകൾ ക്രിയേറ്റ് ആയി എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ പ്രോഗ്രാം നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്ത് കഴിയുമ്പോൾ ആ റണ്ണിങ് ടൈമിൽ എടുക്കുന്ന ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം കമ്പൈൽ ടൈം നമ്മൾ ചെയ്തു, കമ്പൈൽ ടൈമിൽ നമ്മൾ പ്രോഗ്രാം എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം റണ്ണിങ് ടൈമിൽ എടുക്കുന്ന പ്രോഗ്രാം. സോ ദ കമ്പൈൽ ടൈം ഈസ് കോൺസ്റ്റന്റ് ഓർ സെയിം പ്രോഗ്രാം ഇസ് എക്സിക്യൂട്ടഡ് മെനി ടൈംസ്. Hence, the runtime of a program TP is important, which depends upon the instance characteristics. അപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുടെ സമ്മേഷൻ ആണ്, പ്രൊഡക്റ്റ് സം ആണ്. ഒന്ന് അതിന്റെ കമ്പൈൽ ടൈമും ഒന്ന് അതിന്റെ റൺ ടൈമും. ഓർക്കുക, നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആയിരുന്നു. കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന വേരിയബിളുകളെയും പിന്നെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയബിൾ, അത് രണ്ടും കൂടെ ചെയ്യുന്നതായിരുന്നു നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി അതുപോലെ തന്നെ രണ്ട് ഫാക്ടറുകളുടെ അഡീഷൻ ആണ്, സമ്മാണ്. അത് കമ്പൈൽ ടൈമും റൺ ടൈമും. അപ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടുന്നത് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടുന്നത് നമ്മുടെ റൺ ടൈമിനാണ്. റൺ ടൈമിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടാൻ കാരണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഒരു പ്രാവശ്യം നമ്മൾ കമ്പയർ ചെയ്യും, പക്ഷെ പല പ്രാവശ്യം നമ്മൾ അതിന് റൺ ചെയ്യും. പല ഇൻപുട്ടുകൾ വെച്ചിട്ട് പല ഇൻപുട്ടുകൾ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യും. സോ ഔട്ട്പുട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി. ഈ ടൈം കോംപ്ലക്സിറ്റി കാണാൻ കുറച്ച് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. The compile time does not depends on the instance characteristics. നമുക്കറിയാം കമ്പൈൽ ടൈം എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സിനോട് ഡിപ്പെൻഡ് ചെയ്യണില്ല. കാരണം ഇപ്പോൾ ഒരു അറേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യും. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേ സ്റ്റാറ്റിക് അറേ ആണെങ്കിൽ മാത്രമേ കമ്പൈൽ ടൈമിൽ അതിന് സ്പേസ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഡൈനാമിക് അറേ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഡൈനാമിക് നേച്ചറുള്ള വേരിയബിളുകൾ ആണെങ്കിൽ ആ വേരിയബിളുകൾ റൺ ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ വലിയ ടൈമോ സ്പേസോ ഒന്നും എടുക്കില്ല. പക്ഷെ റൺ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചധികം സ്പേസ് അല്ലെങ്കിൽ ടൈം അത് യൂട്ടിലൈസ് ചെയ്യും. സോ ഓൾസോ വി മേ അസ്യൂം ദാറ്റ് ദ കമ്പൈൽഡ് പ്രോഗ്രാം വിൽ be run several times without recompilation. So we need to consider the instance characteristics more. The runtime is denoted by TP. The runtime is denoted by TP, instance characteristics. This TP may be determined by number of addition, subtraction. In the instance characteristics, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? സോ ദിസ് TP may be determined by the number of addition, subtraction, multiplication, division, comparison, load, store and more. And so ഈ ലോഡിംഗ് സ്റ്റോറിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മെഷീൻ ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു ഇതിനെ ലോഡ് ചെയ്തെടുക്കുക. മെമ്മറിയിലുള്ള ഒരെണ്ണത്തിന് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്ന കീവേഡ്, ലോഡ് എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോർ, അത് മെഷീൻ ലെവൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ടേംസുകളാണ്. അപ്പോൾ അവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയൊക്കെയുള്ള ടേമുകളായിരിക്കും അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എത്ര അഡീഷൻ ഉണ്ട്, എത്ര സബ്ട്രാക്ഷൻ ഉണ്ട്, എത്ര മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ LP മാത്തമാറ്റിക്സിൻ്റെ ഒരു പേപ്പറിലാണ് എനിക്ക് തോന്നുന്നു, ടെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ പ്രോഗ്രാമുകൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് എഴുതുന്നത് അഡീഷണൽ ടേമിലായിരിക്കും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ കൂടുതലുണ്ടാവാം. സ്റ്റേറ്റ്മെന്റുകൾ കൂടുതലുണ്ടെങ്കിലും ആ പ്രോഗ്രാമുകൾ നമ്മൾ എഴുതുന്ന അഡീഷണൽ സ്റ്റേജിലായിരിക്കും നമ്മൾ ആ പ്രോഗ്രാം എഴുതുക. കാരണം അഡീഷണൽ വേണ്ടി എടുക്കുന്ന മെമ്മറി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്പീഡായിട്ട് നമുക്ക് അഡീഷൻ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് റൺ ടൈം ഒരു പ്രോഗ്രാമിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ നമ്മളങ്ങനെ അടുത്ത ദെൻ സി ദ ഫോർമുല. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ TPN മീൻസ് n എന്ന് പറയുന്ന n ഇൻപുട്ടുകളുള്ള ഒരെണ്ണം, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ദ റൺ ടൈം ഡിനോട്ടഡ് ബൈ ദെൻ C, that is compile time of addition, subtraction, loading, then storing. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും അതിൻ്റെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്.
ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ. ഇവരുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. The exact calculation is an impossible task since the time needed for different operations will be different. ഓരോ ഓപ്പറേഷനും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എൻ്റയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ എങ്ങനെയാണ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആവും. കാരണം ഒന്ന് നമുക്ക് ഈക്വലാണ്. ഇപ്പോൾ ഇത്ര ടൈം എടുക്കും. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഇത്ര ടൈം എടുക്കും എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന മെഷീൻ ഏതാണോ ആ മെഷീനിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ദ എക്സാക്ട് കാൽക്കുലേഷൻ ഇസ് ഇമ്പോസിബിൾ ടാസ്ക് സിൻസ് ദ ടൈം നീഡഡ് ഫോർ ഡിഫറെന്റ് ഓപ്പറേഷൻസ് വിൽ ബി ഡിഫറെന്റ്. സോ എനിവേ there are some methods to calculate the time complexity of an algorithm. That is the first one, step count method, second one, tabulation method. ഈ രണ്ട് മെത്തേഡുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ there are two methods. First one is step count method, second one tabulation method. Step count മെത്തേഡിൽ ടാബുലേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി. സോ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് നമ്മൾ അൽഗോരിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ഡിക്ലെയർ വേരിയബിൾ, സ്റ്റെപ്പ് 3 ഇനീഷ്യലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് വരെ നമ്മൾ എഴുതുന്ന അൽഗോരിതത്തിനാണ് നമ്മൾ ഇതുവരെ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണുന്നത്. ഇതേപോലെ തന്നെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ അൽഗോരിതം ഇവിടെ എഴുതുന്നത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറയുന്നതായിരിക്കില്ല, എത്ര സ്റ്റെപ്പുകളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ട് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. സോ ഇൻ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് വി അറ്റംപ്റ്റ് ടു കൗണ്ട് the time spent in all parts of the algorithm. That is, a step is any computation that is independent of the problem size. അതായത് പ്രോബ്ലത്തിന്റെ ലെങ്ത് കൂടാതെ, അതായത് ലെങ്ത് മീൻസ് എത്ര സൈസ് ഉള്ള പ്രോഗ്രാമാണ്, എത്ര ലെങ്തി ഉള്ള പ്രോഗ്രാമാണ്, അതിനെ കൺസിഡർ ചെയ്യാതെ ഓരോ സ്റ്റെപ്പിലും എത്ര ടൈം ആയിരിക്കും അത് സ്പെൻഡ് ചെയ്യണത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റെപ്പ് എടുക്കും. ഈ സ്റ്റെപ്പിൽ ഒരു കോമൺ ആയിട്ട് വരുന്ന പ്രൊസീജിയർ ഉണ്ട്. ഓരോ സ്റ്റെപ്പിലും ഏകദേശം എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യേണ്ടത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി സ്റ്റെപ്പ്. നേച്ചർ ഓഫ് ദി സ്റ്റെപ്പ് മീൻസ് അത് അഡീഷൻ ആണെങ്കിൽ ഇത്ര ടൈം അതിനെടുക്കും, ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇത്ര ടൈം എടുക്കും, ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ അത് ഇത്ര ടൈം എടുക്കും, ഇനി അതല്ല ഒരു പ്രിന്റിംഗ് ആണ് എങ്കിൽ അത് ഇത്ര ടൈം എടുക്കും. അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പിലും എത്ര ടൈം എടുക്കും എന്നുള്ളതിനെ കൗണ്ട് ചെയ്യും. ദസ് 10 addition can be done in one step. 100 multiplication can also be done in one step. But n additions, where n is the problem size, cannot be done in one step. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മൾ ശ്രദ്ധിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒരു 100 സ്റ്റെപ്പുകളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 എണ്ണത്തിന്റെ പ്രോഗ്രാം ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടി. പക്ഷെ അതേ അപ്രോച്ച് തന്നെ 1000 എണ്ണത്തിന്റെ പ്രോഗ്രാം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ ഒരു പ്രോഗ്രാം എടുക്കും. ഒരു പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റെപ്പിന്റെ ഒരു സൈസ് ഒരു ടൈം കൗണ്ട് ചെയ്യുവാണ്. അപ്പോൾ ടൈം കൗണ്ട് ചെയ്തപ്പോൾ ആ സ്റ്റെപ്പിൽ ജസ്റ്റ് ആയിട്ട് വരുന്ന 10 അഡീഷൻസ് മാത്രമേ ഉള്ളൂ. 10 അഡീഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വയ്ക്കാം. ആ ഒരു സ്റ്റെപ്പിൽ ജസ്റ്റ് 10 അഡീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ 10 അഡീഷൻസ് നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല. അത് നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷേ ഇതേ സ്റ്റെപ്പിൽ തന്നെ നമുക്കൊരു 1000 അഡീഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 1000 നമ്പേഴ്സ് അഡീഷൻ ചെയ്യണം. 1000 നമ്പേഴ്സ് അഡീഷൻ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മൾട്ടിപ്പിൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് പ്രോബ്ലം സൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 1000 ഇൻപുട്ടുകൾ ഉണ്ട്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ നമ്മൾ അതിനകത്ത് 10 എണ്ണം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 10 എണ്ണം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ 10 എണ്ണമായിട്ട് തന്നെ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. Thus 10 additions can be done in one step. 100 multiplication can also be done in one step. But when the number of inputs increases, we have to split this into different steps. So അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് we have to identify the count also.
എത്ര കൗണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് നമ്മൾ പറഞ്ഞത് 10 ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു 1 ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സ്റ്റെപ്പിൽ അത് 20 കൺസിഡർ ചെയ്യാം. പക്ഷേ 1000 നമ്പറുകളെ ആഡ് ചെയ്യണം, കുറച്ച് കൂടുതൽ സൈസിലുള്ളതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ അതിനെ ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി കാണുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ അസംബ്ലിയോടെ കറക്റ്റ് ഒരു ഇത്ര ടൈം എടുക്കും, ഇത്ര സ്പേസ് അതിന് എടുക്കും എന്ന് നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ പറയാൻ സാധിക്കില്ല. ക്ലിയർ? അതാണ് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഫോർ എനി സ്റ്റേറ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് സ്റ്റേറ്റ്മെന്റ്. സോറി, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, എത്ര സ്റ്റെപ്പിലായിരിക്കും നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിട്ടായിരിക്കും അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണത്. The number of steps for any statement depends on the nature of the statement. First one, എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒന്ന്, കമന്റ് ലൈൻ. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം വരാവുന്ന ഡിഫറെന്റ് കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. ഈ ഓരോ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെന്റും നമ്മൾ എത്രയൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്ന് കമന്റ് ലൈൻ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണില്ല, അതിനെ ഒരു 0 സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കമന്റ് ലൈൻ ആണ് എങ്കിൽ അതിന് 0 സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഗ്രാമിലും അൽഗോരിതത്തിൽ ഉണ്ടാവാം. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 0 സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് ഹാഷ് ഇൻക്ലൂഡ് അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ. പിന്നെ നമ്മുടെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഇനീഷ്യലൈസേഷൻ ഇല്ല, ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയെ അതിലേക്ക് വാല്യൂ കൊടുത്ത് മാത്രമേ അതിനൊരു ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഡിക്ലറേഷൻ മാത്രം ഉള്ളെങ്കിൽ അങ്ങനെയുള്ള ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ 0 സ്റ്റെപ്പ് കൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അണ്ടർ വൺ, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുക്കണം, അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിനെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയ ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഉള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് എ 1 സ്റ്റെപ്പ്. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നതും ഒരു സ്റ്റെപ്പായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. കണ്ടീഷൻ ചെക്കിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 1 സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യും. Then iterative statements such as for loop. We consider step count only for the control part of the statements. അപ്പോൾ ഈ iterative statement വരുമ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ കാണുക എന്നുള്ളത് അടുത്തൊരു എക്സാമ്പിളിൽ ക്ലിയർ ആവും. iterative അതായത് ഫോർ ലൂപ്പ് വന്നു. ഫോർ ലൂപ്പിൽ ആക്ച്വലി കുറെ റെപ്പിറ്റേഷൻ നടക്കുന്നത്. ആ റെപ്പിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഇപ്പൊ നമ്മൾ ഒരു 100 വേരിയബിൾ, നമ്മളിപ്പോൾ ഒരു 100 പ്രിന്റിംഗ് ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു 100 പ്രിന്റിംഗ് ലൈൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് ഇതേ കാര്യം തന്നെ 1000 അല്ലെങ്കിൽ 10000 ടൈംസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ജനറലൈസ് ചെയ്ത് ഇത് ഇത്രയാണെങ്കിൽ ഇത്രയും, ഇപ്പൊ 10 ആണെങ്കിൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യണം, 11 ആണെങ്കിൽ എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒരു ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ iterative statements we consider step count only for the control part of the statement. അത് നമ്മളൊരു എക്സാമ്പിളിൽ നമുക്കത് ക്ലിയർ ആവും, എങ്ങനെയാണ് അതിന്റെ കൺട്രോൾ പാർട്ടിൽ അത് ക്ലിയർ ആവുക എന്നുള്ളത്. സോ അപ്പോൾ സ്റ്റെപ്പ് കൗണ്ടിൽ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരു കമന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളായിട്ടാണെങ്കിൽ അതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ലൂപ്പിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ കൺട്രോൾ പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരിയബിൾ നമ്പേഴ്സ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ വി ക്യാൻ ഡിറ്റർമൈൻ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ we can determine the number of steps needed by a program to solve the program in 2 ways. അതിന്റെ ഫസ്റ്റ് മെത്തേഡ് ആണ് we introduce a new variable count. നമ്മൾ പല പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ പണ്ട് സി ഒക്കെ പഠിച്ചപ്പോൾ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാനൊക്കെ പഠിച്ചു. ഫിബൊനാച്ചി സീരീസിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാക്സിമം നമ്പർ 100 വരെ അതിന്റെ ലിമിറ്റിനുള്ളിലുള്ള ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ചോദിക്കുന്നത് ആദ്യത്തെ 20 ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ 10 ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം.
അപ്പൊ നമ്മൾ അവിടെ കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഓരോ നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ ഓരോന്ന് ഇൻക്രിമെന്റ് ചെയ്തു. സെയിം തിങ് ഹിയർ we introduce a new variable count into the program. This is a global variable with initial value 0. This is a global variable with initial value 0. We must include a statement to increment the count. അപ്പോൾ നമ്മൾ ഫിബൊനാച്ചി സീരീസിലൊക്കെ ചെയ്തേക്കുന്ന അതേ മെത്തേഡ് തന്നെ. സോ ഒരു ഇനീഷ്യൽ വേരിയബിൾ കൗണ്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു, ആ കൗണ്ട് വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. സോ വി മസ്റ്റ് ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെന്റ് ടു ഇൻക്രിമെന്റ് ദ കൗണ്ട് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ അത് ലൂപ്പിൽ നമുക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പിലാണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ ഇത് ശരിക്കും പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ല, ഇത് നമ്മൾ അതിന്റെ സൈസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. സ്റ്റെപ്പ് കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. സോ വി മസ്റ്റ് ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെന്റ് ടു ഇൻക്രിമെന്റ് ദ കൗണ്ട് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പിലാണ് എഴുതുന്നത്. ലൂപ്പിലാണ് എഴുതുന്നതെങ്കിൽ ആ 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള നമ്മൾ ഒരു സ്റ്റെപ്പ് കൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ലൂപ്പിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് 10 പ്രാവശ്യം കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ അത് പറ്റില്ല. സോ വി മസ്റ്റ് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ടു ഇൻക്രിമെന്റ് ദ കൗണ്ട് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് ഡൺ ഈച്ച് ടൈം when the program is executed. The count is incremented by the step count of the statement. ഓരോ സ്റ്റെപ്പ് കൗണ്ട് സ്റ്റേറ്റ്മെന്റിലും ആ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു കൗണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, ഇനിഷ്യലൈസ് ചെയ്യണം, കൗണ്ട് വേരിയബിൾ യൂസ് ചെയ്യണം. കൗണ്ട് വേരിയബിളിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലാസ്റ്റ് ഇതിന്റെ കൗണ്ടിന്റെ വാല്യൂ എത്രയാണ് എന്ന് നോക്കും. അതായിരിക്കും അതിന്റെ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കിയാൽ അത് ക്ലിയർ ആവും. സോ നോക്കാം, ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. ഈ പ്രോഗ്രാം ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം നമ്മൾ നോക്കിയാൽ ഫ്ലോട്ട് സം, ഇത് അറേ വേരിയബിൾ ആണ്, അറേയുടെ സൈസ് n ആണ്. ഫ്ലോട്ട് is equal to 0 ഇൻറ്റു i ഫോർ i equal to 0 i less than n i plus plus. ഇതാണ് നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്, റിട്ടേൺസ്. അപ്പൊ ഇനി ഇതിനെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡിലേക്ക് എങ്ങനെയായിരിക്കും കൗണ്ട് വേരിയബിൾ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സി നോക്കുക, കൗണ്ട് വേരിയബിൾ എങ്ങനെയൊക്കെ ആയിരിക്കും അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? കൗണ്ട് വേരിയബിൾ കാരണം ഇവിടെ s equal to 0 എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നടന്നേക്കുന്നത്. ഡിക്ലറേഷൻ അല്ല, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നടന്നേക്കുന്നത്. സോ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് നടന്നേക്കുന്നതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. സി ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്ന കൗണ്ട് എന്ന് പറയുന്നതിന്റെ വാല്യൂ, ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്ന കൗണ്ടിന്റെ വാല്യൂ സി ഈക്വൽ ടു കൗണ്ട് ആണ് യൂസ് ചെയ്തത്, സി ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. സിയുടെ ഇനീഷ്യൽ വാല്യൂ സിയുടെ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ സി ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒന്ന് സി ഇൻക്രിമെന്റ് ചെയ്തു. സോ സിയുടെ വാല്യൂ സി ഈക്വൽ ടു ഇവിടെ 1 ആയി. അത് കഴിഞ്ഞ് ലൂപ്പിലേക്ക് വന്നു. ഈ ലൂപ്പിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇനിഷ്യലൈസേഷൻ ഉണ്ട്. സോ ഫോർ ദ ലൂപ്പ് ഈ ലൂപ്പിനെല്ലാം കൂടെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കൗണ്ട് കൂടി ഇൻക്രിമെന്റ് ചെയ്തു, സി ഈക്വൽ ടു 2, ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്തു 2. അത് കഴിഞ്ഞ ശേഷം ഫോർ ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ മീൻസ് ഇവിടെ നമ്മൾ എസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഐ എന്ന് പറഞ്ഞിട്ടൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു. അപ്പോൾ സി ഈക്വൽ ടു ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്തു 3 ആയി. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് എക്സിക്യൂഷൻ മീൻസ് ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഇതിന് 3 പാർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 3 പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഇനീഷ്യലൈസേഷൻ വേണ്ടിയിട്ട് ഒരെണ്ണം യൂസ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം യൂസ് ചെയ്തു. ഈ ഇനീഷ്യലൈസേഷൻ മോഡിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റണം, കാരണം ഇനീഷ്യലൈസേഷൻ ഒരു ഭാഷ നടക്കുള്ളൂ. അപ്പോൾ മോഡിൽ ഐ ഈക്വൽ ടു വന്നാൽ അത് മോഡിലാവും. then i plus plus, then for assignment statement, then last for execution, then next return statement. ഒന്നുകൂടി ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ലൂപ്പിലായിരിക്കും കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ നമുക്ക് ഒരു ലൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള കാര്യങ്ങളൊന്നും ഓർത്ത് തന്നാൽ മതി. ഒന്ന്, ലൂപ്പിൽ ആദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് i ഈക്വൽ ടു 0 ആണ്. i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്തു. ഈ ഇനീഷ്യലൈസേഷൻ ലൂപ്പിന് പുറത്താണ് കൊടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ അത് കൗണ്ട് ചെയ്യണം. രണ്ടാമത്തത് ഒരു കമ്പാരിസൺ ഉണ്ട്, കാരണം ഓരോ പ്രാവശ്യം ഇത് കമ്പയർ ചെയ്യുന്നത്, കമ്പാരിസൺ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിനെന്തായാലും ഒരു കൗണ്ട് വേണം. ഇനി അടുത്ത ഇവിടെ i പ്ലസ് പ്ലസ്, ഈ i പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഇത് i പ്ലസ് പ്ലസ് എന്ന് പറയുന്നതും ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കമ്പാരിസൺ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു 10 വേരിയബിളുകളുടെ സം ചെയ്ത് കഴിഞ്ഞാലും
ബാക്കിയുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യണത്. അപ്പൊ എന്ത് ചെയ്തു, അതിന് ഒരു സം കൊടുത്തു, ഒരെണ്ണം കൊടുത്തു. അടുത്ത് കഴിഞ്ഞിട്ട് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ a = a + a of I അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം. ലാസ്റ്റ് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി, ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം. അപ്പൊ അങ്ങനെ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് ഒരെണ്ണം, അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരെണ്ണം, ലാസ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരെണ്ണം. അതായത് ഒരു ഫോർ ലൂപ്പ് എടുത്താൽ ആ ഫോർ ലൂപ്പിൽ മിനിമം 3 കൗണ്ട് അതിലുണ്ടാവും. 3 കൗണ്ട് എന്ന് പറയുന്നത് ഒരു എം ടി ലൂപ്പ് അല്ലെങ്കിൽ 3 കൗണ്ട് ഉണ്ടാവും. ഒന്ന് അതിന്റെ കമ്പാരിസന് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാവും, രണ്ട് അതിന്റെ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ പിന്നെ ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇവിടെ ഇപ്പൊ ബോഡി ഓഫ് ദ ലൂപ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, സോ ഒരെണ്ണം മാത്രമേ യൂട്ടിലൈസ് ചെയ്തുള്ളൂ. സോ ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ആഡ് ചെയ്തു. ഇതേ പ്രോഗ്രാമിൽ നമ്മളൊരു സ്റ്റെപ്പ് കൗണ്ട് ആഡ് ചെയ്തു. സ്റ്റെപ്പ് കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്നതാണ് ഇത്. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അഭിജിത്ത്, അനുഗ്രഹ, ബിപിൻ, ഫാത്തിമ, എനി ഡൗട്ട്സ്? സാദ്, പ്രണവ്? ക്ലിയർ? ക്ലിയർ ആണ്. ഇപ്പൊ സ്റ്റെപ്പ് കൗണ്ട് ഒന്നുകൂടി പറയാം. ഒരു ഫോർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ലൂപ്പിൽ 3 ഉണ്ടാവും നമ്മൾ വിചാരിക്കുക. കാരണം അത് ഒന്ന് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, ഇൻക്രിമെന്റ് ഉണ്ട്, പിന്നെ നമുക്ക് ലെസ് ദാൻ ചെക്കിംഗ് ഉണ്ടാവും, പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്തായാലും ഒരെണ്ണം ഉണ്ടാവും, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്. ലെസ് ദാൻ കിട്ടുന്ന ചെക്കിംഗ് ഉണ്ടാവും, ചെക്കിങ്ങിനും ഉണ്ടാവും, പിന്നെ ഇനീഷ്യലൈസേഷന് ഇൻക്രിമെന്റ് എല്ലാം കൂടി ഒരെണ്ണം. അപ്പൊ അങ്ങനെ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 3 എണ്ണം അവിടെ സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് ഉണ്ടാവും. ഇത് നമ്പർ മിനിമം ആണെങ്കിൽ മാത്രം. ക്ലിയർ? സോ ഇതാണെങ്കിൽ നമുക്ക് നടക്കാം. ഓക്കെ, സീ യു, ബൈ, താങ്ക് യു.